ഹലോ സ്റ്റുഡൻസ്, മോഡ്യൂൾ 4 സെക്ഷൻ 4.6 അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ആണ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ലാസ്റ്റ് കുറച്ച് വീഡിയോകളിലായിട്ട് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്നുള്ളത് പഠിച്ചു അല്ലേ. ഇന്ന് നമ്മളതിൻ്റെ അപ്ലിക്കേഷനിലേക്കാണ് കിടക്കുന്നത്. ഇൻ്റഗ്രേഷൻ എന്നുള്ള ഈ ഒരു ടോപ്പിക്കിന് ഒരുപാട് അപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് 2 അപ്ലിക്കേഷൻസാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് 2 ഗ്രാഫുകൾ തന്നു കഴിഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന അവരുടെ ഏരിയ എങ്ങനെ നമ്മൾ ഇൻ്റഗ്രേഷൻ യൂസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേഷൻ്റെ ഫസ്റ്റ് അപ്ലിക്കേഷനായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത് 2 ഗ്രാഫുകളുടെ ഏരിയ നമുക്ക് ഇൻ്റഗ്രേഷൻ വഴി കാണാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഒബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചു അല്ലേ. അപ്പോൾ ആ റേറ്റ് ഓഫ് ചേഞ്ചിനെ എങ്ങനെ നമ്മളതിൻ്റെ ടോട്ടൽ ചേഞ്ച് ആയിട്ട് കണക്ട് ചെയ്തിട്ട് പറയാൻ പറ്റും എന്നുള്ളതാണ് ഇൻ്റഗ്രേഷൻ്റെ രണ്ടാമത്തെ ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഈ 2 ആപ്ലിക്കേഷൻസും യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് എക്സാമ്പിൾസിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഫസ്റ്റത്തെ എക്സാമ്പിൾ ഇതാണ്. ഫസ്റ്റത്തെ എക്സാമ്പിൾ ഡയറക്റ്റ് നമുക്കൊരു ഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾ എന്താ പറയുക, കഴിഞ്ഞ സെക്ഷനിലൊക്കെ ഡിസ്കസ് ചെയ്തതിൻ്റെ കണ്ടിന്യൂഷനാണ്. പക്ഷേ ഇവിടെ ഇത് നമുക്ക് ഡയറക്റ്റായിട്ട് ഡീറ്റെയിൽസൊന്നും തന്നിട്ടില്ല. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്നുള്ളത് നോക്കാം. എ പാരബോളിക് ഡോർവേ വിത്ത് ബേസ് 6 feet ആൻഡ് ഹൈറ്റ് 8 feet is cut out from a wall. How many square feet wall should be removed? അതായത് നമ്മളൊരു ചുമര് എടുത്തു കഴിഞ്ഞാൽ ചുമരിൽ നിന്നും പാരബോളിൻ്റെ ഷേപ്പിലുള്ള ഡോറ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ കട്ട് ചെയ്തെടുത്ത ഡോറിൻ്റെ ഫീറ്റ് വരുന്നത് മീൻസ് ബേസ് ഫീറ്റ് വരുന്നത് 6 ആണ്. അതുപോലെ അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 8 feet ആണ് എന്നുള്ള 2 ഡീറ്റെയിൽസ് മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ളത്. എന്നിട്ട് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് എത്രത്തോളം ചുമര് അവിടുന്ന് ഒഴിവാക്കിയിട്ടാണ് ആ ഡോർ അവിടെ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ. അപ്പോൾ നമ്മളിത് ഗ്രാഫ് ആദ്യം ഇതിൻ്റെ കൺസ്ട്രക്ട് ചെയ്യാം. അതിന് നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും കൺസ്ട്രക്ട് ചെയ്യാം. എന്നിട്ട് നമുക്കറിയാവുന്നൊരു കാര്യം എന്താണ്, ഡോറിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പാരബോളിക് ഷേപ്പാണെന്നുള്ളത് മാത്രമാണ് നമുക്കറിയാവുന്നൊരു കാര്യം. അപ്പോൾ നമ്മൾ ആക്സിസിൻ്റെ മേലെ വെച്ചിട്ടാണ് ഇത് വരയ്ക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ വൈ ആക്സിസ് എന്താ പറയുക സെൻറ്ററാക്കി എടുത്തിട്ട് ഡോറിൻ്റെ സെൻറ്ററാക്കി എടുത്തിട്ട് നമ്മൾ 2 സൈഡിലും ഡോർ ഒരിക്കലും ഇനീക്വലായിട്ട് വരില്ലല്ലോ, 2 സൈഡിലും ഈക്വലായിട്ടായിരിക്കും ഡോർ വരുന്നത്. അപ്പോൾ ഡോറിൻ്റെ ഷേപ്പ് ഏകദേശം ഈ ഒരു പാരബോള എന്നുള്ള രീതിയിൽ നമ്മൾ വരച്ചേക്കും. ഓക്കെ. ഇനി ഇവിടെ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് വരുന്നത് 6 feet ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒറിജിൻ ആണെന്നുണ്ടെങ്കിൽ ഒറിജിൻ്റെ 2 സൈഡിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കുമല്ലോ. അപ്പോൾ 6 feet വരുന്നെന്നുണ്ടെങ്കിൽ ഇവിടെ -3യും ഇവിടെ 3യും ആയിരിക്കണം പോയിൻറ്റ്സ് വരേണ്ടത്. എന്നാൽ മാത്രമേ അവിടുത്തെ ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്ത്ത് നമുക്ക് 6 കിട്ടുള്ളൂ. ഓക്കെ. അതുപോലെ ഹൈറ്റ് നമുക്ക് തന്നിട്ടുള്ളത് എത്രയാണ്, 8 feet ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ 2 പോയിൻറ്റ്സും എന്തൊക്കെയാണ് വരുന്നത്, ഹൈറ്റ് 8 ആണ് തന്നുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് എന്ന് പറയുന്നത് 0, 8 ആയിരിക്കും. കാരണം നമ്മൾ വൈ ആക്സിസിലൂടെയാണ് അതിൻ്റെ സെൻറ്റർ പാസ് ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഇതിൻ്റെ 2 എഡ്ജസ് വരുന്നത് എവിടെയാണ്, -3യിലും 3യിലും. അവിടെ എക്സ് ആക്സിസിൻ്റെ മേലെ കൂടെയാണ് നമ്മൾ മാർക്ക് ചെയ്തത്. അപ്പോൾ അവിടെ വൈ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ നമ്മളെ പോയിൻറ്റ്സ് -3 0യും അതുപോലെ 3 0യും ആയിരിക്കും താഴെയുള്ള 2 പോയിൻറ്റ്സ്. മേലെ ഹൈറ്റ് മാർക്ക് ചെയ്തെടുത്ത് വരുന്നത് 0, 8. അവിടെ എക്സ് എന്ന് പറയുന്നത് എക്സ് കോർഡിനേറ്റ് 0 ആണ്, കാരണം വൈ ആക്സിസ് ആണിത്. അതുകൊണ്ടാണ് 0, 8 എന്നുള്ള പോയിൻ്റ് അവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പോയിൻ്റ് ഡീറ്റെയിൽസ് മാത്രമാണ് നമുക്കറിയാവുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഈ ഒരു ചുമരിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു ഡോറ് കട്ട് ചെയ്തെടുക്കാൻ എത്രത്തോളം ചുമര് ഒഴിവാക്കണം, അതായത് ഈ ഒരു ഗ്രാഫിൻ്റെ അണ്ടറിൽ വരുന്ന ഏരിയ, അതായത് ഞാനിപ്പോൾ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഈ ഏരിയ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു പാരബോളൻ്റെ ജനറൽ ഇക്വേഷൻ ആദ്യം നോട്ട് ചെയ്യാം. ഓക്കെ. നമുക്കറിയാം ജനറൽ ഇക്വേഷൻ മീൻസ് ഒരു പാരബോള എന്ന് പറയുന്നത് എന്താ, y = x² എന്നുള്ള ഫോമിലാണ് പാരബോളനെ നമ്മൾ എടുക്കുന്നത് അല്ലേ. പക്ഷേ ഇവിടെ എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടുതൽ തരാത്തതുകൊണ്ട് നമ്മൾ ജനറൽ ഫോമായിട്ടുള്ള y = ax² + c എന്നുള്ള ഫോം കൺസിഡർ ചെയ്യാം. ഓക്കെ. എന്നിട്ട് ആദ്യത്തെ കേസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് 8 feet ആകുമ്പം നമ്മുടെ പോയിൻ്റ് എന്ന് പറയുന്നത് 0, 8 ആണല്ലേ. അപ്പോൾ 0, 8 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ y വാല്യൂ എന്ന് പറയുന്നത് 8 ആൻഡ് എക്സ് വാല്യൂ 0 ആണ്. അപ്പം ax² 0 എന്ന് കിട്ടും +c എന്ന് കിട്ടും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് cൻ്റെ വാല്യൂ എന്ത് കിട്ടി, 8 ആണെന്നുള്ളത് കിട്ടി.
ഓക്കെ, നെക്സ്റ്റ് നമുക്കുള്ളത് +or-3, 0 എന്നുള്ള 2 പോയിൻറ്റ്സാണ്. ആ 2 പോയിൻറ്റ്സ് എക്സ് വാല്യൂസ് ആക്കിയിട്ട് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അവിടെ y വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് 0 = 3 അല്ലെങ്കിൽ -3² ചെയ്ത് കഴിഞ്ഞാൽ 9 എന്ന് കിട്ടും. 9a + cൻ്റെ വാല്യൂ 8 ആണെന്ന് നമുക്ക് തൊട്ട് മുന്നേ കിട്ടി, അതവിടെ കൊടുക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? -8/9 = a എന്ന് കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എൻ്റെ വാല്യൂം കിട്ടി, സീൻ്റെ വാല്യൂം കിട്ടി. ഈ 2 വാല്യൂസും നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഫോം ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രാഫിൻ്റെ പാരബോളിക് ഇക്വേഷൻ എന്ന് പറയുന്നത് -8/9a + 8. ഈ ഒരു ഇക്വേഷനാണ് നമ്മൾ ഫോം ചെയ്തിട്ടുള്ള പാരബോളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. സോറി, a അല്ല x² കേട്ടോ. ഓക്കെ, അപ്പോൾ പാരബോളിൻ്റെ ഇക്വേഷൻ കിട്ടിയെങ്കിൽ എന്തേ കാണാനുള്ളൂ? ആ ഏരിയ കാണാനുള്ളൂ. ഓക്കെ, ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. എവിടുന്ന് എങ്ങോട്ട്? -3 തൊട്ടിട്ട് 3 വരെയാണ് എൻഡ് പോയിൻറ്റ്സ് എടുക്കുന്നത്. അതിൻ്റെ അകത്ത് -8/9 x² + 8 dx ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു -8/9 x³ / 3 + 8x ഫ്രം എവിടുന്ന് അങ്ങോട്ടാണ്? -3 തൊട്ടിട്ട് 3 വരെ. ദാറ്റ് ഈസ് ഈക്വൽ ടു -8x³ / 27 + 8x ഫ്രം -3 to 3. നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 32 സ്ക്വയർ ഫീറ്റ് എന്ന് കിട്ടും. അപ്പോൾ ആ വാളിൻ്റെ അടുത്തുനിന്ന് നമ്മൾ 32 സ്ക്വയർ ഫീറ്റാണ് അവിടെ ഈ ഒരു ഡോർ, പാരബോളിക് ഡോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിമൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് കിട്ടും. ഇവിടെ ഒന്നുമില്ല. ഈ ഒരു ഇക്വേഷനിൽ അപ്പർ വാല്യൂ, ലോവർ നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ പഠിച്ചില്ലേ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന്, അതേ മെത്തേഡിൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസറാണ് 32 സ്ക്വയർ ഫീറ്റ് എന്നുള്ളത്. അപ്പോൾ അത് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമ്മൾ ഡയറക്റ്റ് 2 ഗ്രാഫുകൾ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുന്നുള്ള പ്രൊസീജിയറിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ അടുത്ത എക്സാമ്പിൾ നോക്കാം. സെക്കൻഡ് എക്സാമ്പിൾ ഇതാണ്. സ്കെച്ച് ആൻഡ് ഫൈൻഡ് ദ ഏരിയ ബിറ്റ്വീൻ ദ ഗ്രാഫ് y = x² ആൻഡ് y = x + 3 ഓൺ -1, 1. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഗ്രാഫിൻ്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. y = x² ഒരു പാരബോളാണ്. അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാലോ. ഈ ഒരു ഫോമിലായിരിക്കും പാരബോളിൻ്റെ ഗ്രാഫ്. അടുത്തത് വന്നിട്ടുള്ള y = x + 3, അതായത് ഒരു ലീനിയർ ഇക്വേഷനാണ്. y = x ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എങ്ങനെയായിരിക്കും? ഒറിജിനിലൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്ന ഗ്രാഫായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഷിഫ്റ്റിംഗ് നടന്നിട്ടുണ്ട്, +3 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒറിജിനിലൂടെ പാസ് ചെയ്യാണ്ട് അത് ഏതിലൂടെ പാസ് ചെയ്യണം? 3 എന്നുള്ള ഈ ഒരു പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു ഗ്രാഫായിരിക്കും y = x + 3. ഓക്കെ, ഇനി നമ്മളടുത്തുള്ള ക്വസ്റ്റ്യൻ, ഈ 2 ഗ്രാഫും കൂടി ഒറ്റ ആക്സിസിൻ്റെ മേലെ കൺസ്ട്രക്ട് ചെയ്തിട്ട് അവരുടെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഏരിയ എവിടെ തൊട്ട് എവിടെ വരെ? -1 തൊട്ടിട്ട് 1 വരെയുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഗ്രാഫ് വരയ്ക്കല്ല വേണ്ടത്. 2 ഗ്രാഫും കൂടി മീൻസ് തന്നിട്ടുള്ള 2 ഫംഗ്ഷൻ്റെ ഗ്രാഫും കൂടി ഒരൊറ്റ ആക്സിസിൻ്റെ മേലെ ആയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ y = x² ഗ്രാഫ് ഈ ഒരു ഫോമിലും y = x + 3 ഗ്രാഫ് ഈ ഒരു ഫോമിലും കൂടി വരും. അപ്പം ഈ 2 ഗ്രാഫുകളും നമ്മൾ ഒറ്റ ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. ആൻഡ് പിന്നെ തന്നിട്ടുള്ളത് -1 തൊട്ടിട്ട് 1 വരെയുള്ള റീജിയൻ കാണാനാണ്. അപ്പോൾ -1 എന്നുള്ളത് ഏകദേശം ഈ ഒരു റീജിയനും 1 എന്നുള്ളത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബൗണ്ടറീൻ്റെ ഉള്ളിലായിട്ട് വരുന്ന റീജിയനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇത്ര മാത്രം നമ്മൾ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഏരിയ കാണാൻ എന്ത് ചെയ്യണം? ഈ ഒരു ഗ്രാഫിൽ മേലെ വരുന്ന ഗ്രാഫ് ഏതാണ്? ഇപ്പോൾ 2 ഗ്രാഫ് ഉണ്ടല്ലോ. അപ്പോൾ ഇതിൽ മേലെ വരുന്ന ഈ ഒരു ഏരിയൻ്റെ മേലെ വരുന്ന ഗ്രാഫ് നമുക്ക് ഏതെടുക്കാൻ പറ്റും? y = x + 3 ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് y = x² വരുന്നത് ഈ ഒരു ഏരിയൻ്റെ താഴെ ആയിട്ടാണ് അല്ലേ y = x² വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മളിത് ഓൾറെഡി +2 ഒരുപാട് ചെയ്ത് പഠിച്ചിട്ടുള്ള ഇതാണ്. ഏരിയ ബിറ്റ്വീൻ 2 ഗ്രാഫ്സ് എങ്ങനെ കാണുന്നുള്ളത് അതേ പ്രൊസീജിയർ ഞാൻ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, -1 തൊട്ടിട്ട് 1 വരെയുള്ള ആദ്യത്തെ ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് x + 3 dx. അതിൽ നിന്നും ഏതിൻ്റെ ഇത് സബ്ട്രാക്ട് ചെയ്യണം? y = x² എന്നുള്ള ഫംഗ്ഷൻ -1 തൊട്ടിട്ട്
1 വരെയുള്ളത് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ രണ്ട് ഇൻ്റഗ്രലിൻ്റെ ഇൻ്റർവൽസ് ഈക്വൽ ആയപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒറ്റൊന്നാക്കിയിട്ട് കഴിഞ്ഞ് സ്പ്ലിറ്റ് ചെയ്യാണ്ട് വേണമെങ്കിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? ഏരിയ ഈക്വൽ ടു ഇൻ്റഗ്രൽ -1 to 1 x+3 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വേണമെങ്കിലും റെപ്രസെൻറ്റ് ചെയ്യാം. അതിന് കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ x²/2 + 3x മൈനസ് x³/3 ഫ്രം -1 to 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ 16/3 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ അവിടുത്തെ റിക്വയർഡ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്ത എക്സാമ്പിളിലേക്ക് കടക്കുകയാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ, ഫൈൻഡ് ദ ഏരിയ ബിറ്റ്വീൻ y = x² ആൻഡ് y = x³ ഓൺ 0, 1. അപ്പോൾ 0 തൊട്ടിട്ട് 1 വരെ ഇൻ്റർവെലിൻ്റെ അകത്ത് y = x² y = x³ ഫോം ചെയ്യുന്ന ഗ്രാഫുകളുടെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഏരിയ കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സ്കെച്ച് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല, ഡയറക്റ്റ് ഏരിയ ഉണ്ടാൽ മതി. അപ്പം ഇതിൽ ഏത് ഗ്രാഫാണ് മേലെ കിടക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മറ്റേ ഗ്രാഫ് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏരിയ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ x² x³ ഒക്കെ വന്നുകൊണ്ട് നിങ്ങൾ ചാടി കയറി x³ മേലെ എന്ന് പറയാൻ പാടില്ല. കാരണം ഇവിടുത്തെ ഇൻ്റർവെല്ലും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ഇൻ്റർവെൽ വരുന്നത് 0 തൊട്ടിട്ട് 1 വരെയാണല്ലേ. അപ്പോൾ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് കിടക്കുന്ന ഏതൊരു പോയിൻ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 0.9 എടുത്ത് നോക്കാം. 0.9 എടുത്തു കഴിഞ്ഞാൽ 0.9 എന്ന് പറയുന്നത് 1ൻ്റെ താഴെയാണ്, 0ൻ്റെ മേലെയാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർവെലിൻ്റെ അടുത്തുള്ള വാല്യൂ ആണ് 0.9 എന്ന് പറയുന്നത്. അപ്പോൾ 0.9² ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.81 ആണ്. അതുപോലെ 0.93 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 0.721 എന്ന് പറഞ്ഞിട്ടൊരു വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള വാല്യൂ ആണ് എന്തിനെ കാട്ടി കൂടുതൽ? ക്യൂബ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള വാല്യൂവിനെ കാട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? x³ ഗ്രാഫ് x² ഗ്രാഫിൻ്റെ താഴെയാണ് വരുന്നത് എന്ന് പറയാൻ പറ്റും. അപ്പോൾ മേലെ വരുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് x² ആണ്. അപ്പോൾ ഏരിയ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റഗ്രൽ 0 to 1 x² dx എന്ന് എന്ത് സബ്ട്രാക്ട് ചെയ്യണം? ഇൻ്റഗ്രൽ 0 to 1 x³ dx സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു x³/3 മൈനസ് x⁴/4 ഫ്രം 0 to 1. നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ 1/3 മൈനസ് 1/4 എന്ന് കിട്ടും. ആൻസർ നമുക്ക് 1/12 എന്നുള്ളത് കിട്ടും. അപ്പോൾ ഏരിയ ബിറ്റ്വീൻ 2 ഗ്രാഫ്സിൻ്റെ ഡെഫിനേഷൻ തന്നിട്ടുണ്ട്. ഇതാണ് ഡെഫിനേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റിനെ നമ്മൾ വേർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്തതുള്ളൂ. അതായത് ഈ f(x) is less than or equal to g(x). രണ്ട് ഗ്രാഫ് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ f(x)ൻ്റെ ഗ്രാഫ് g(x)ൻ്റെ ഗ്രാഫിനെയും കാട്ടിയും ചെറുതാണെന്നുണ്ടെങ്കിൽ, മീൻസ് താഴെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, ഫോർ എവിടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഇൻ്റർവെലിൻ്റെ അകത്ത്, AB എന്നുള്ള ക്ലോസ്ഡ് ഇൻ്റർവെലിൻ്റെ അകത്ത്, അതുപോലെ ഈ രണ്ട് ഫങ്ഷൻസും ഇൻ്റഗ്രബിളും ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻ്റഗ്രൽ A to B g(x) മൈനസ് f(x) dx ആയിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിലൊക്കെ ചെയ്ത പ്രൊസീജിയർ തന്നെ ജനറലായിട്ട് ഇവിടെ നോട്ട് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് എക്സാമ്പിൾ, സ്കെച്ച് ആൻഡ് ഫൈൻഡ് ദ ഏരിയ ബിറ്റ്വീൻ y = x ആൻഡ് y = x² + 1 on -2, 2. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ ലീനിയർ ഇക്വേഷനാണ്. രണ്ടാമത്തേത് പാരബോളിനെ 1 cm ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് ആദ്യം സ്കെച്ച് ചെയ്ത് വെക്കാം. y = x എന്ന് പറയുന്നത് ഈ ഒരു ഫോമിലായിരിക്കും. ആൻഡ് y = x² + 1 എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഫോമിലായിരിക്കും. രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഗ്രാഫ് വരച്ച് വെക്കുക കേട്ടോ. ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. ഇൻ്റർസെക്റ്റ് ചെയ്യില്ല, കാരണം ഷിഫ്റ്റിങ് വന്നുകൊണ്ട്. ഓക്കെ, ഈ ഒരു ഫോമിലായിരിക്കും കിട്ടുന്നത്. ആൻഡ് ഇവിടെ പോയിൻ്റ് തന്നിട്ടുള്ളത് -2 തൊട്ടിട്ട് 2 വരെയാണ്. അപ്പോൾ -2നെ മാർക്ക് ചെയ്യാം, 2നെ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ കാണേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ രണ്ട് ഗ്രാഫുകളും ഈ ഒരു ഇൻ്റർവെലിൻ്റെ അകത്ത് ഫോം ചെയ്യുന്ന ഏരിയ, അതായത് ഏകദേശം ഈ ഒരു റീജിയൻ ആയിരിക്കും നമുക്ക് കാണാനുണ്ടാവുന്നത്. അതായത് y = x എന്നുള്ള ഗ്രാഫിൻ്റെ മേലെയും y = x² + 1 എന്നുള്ള ഗ്രാഫിൻ്റെ താഴെയായിട്ട് വരുന്ന ഈ ഒരു റീജിയനാണ് നമുക്ക് കാണേണ്ടത്. ഓക്കെ,
അപ്പോൾ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇവിടെ മേലെ വരുന്നത് x² + 1 എന്നുള്ള ഗ്രാഫാണ്, താഴെയാണ് y = x വരുന്നത്. ഇൻ്റർവെൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി, -2 to 2 x² + 1 - x dx ചെയ്താൽ മതി. ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്താൽ x³ + 3 + x - x² / 2 ഫ്രം -2 to 2. സോൾവ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് 28/3 എന്നുള്ള ആൻസർ കിട്ടും. അത് നിങ്ങൾ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് എക്സാമ്പിളിൽ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫ് y = x² ഗ്രാഫാണ്, അതുപോലെ y = x. അപ്പോൾ ഈ രണ്ട് ഗ്രാഫുകളും കൂടി തമ്മിൽ ഉണ്ടാക്കുന്ന ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഏരിയ ആണ് നമ്മൾ കാണേണ്ടത്. ഇവിടെ രണ്ട് പോർഷൻസ് ആക്കിയിട്ടാണ് ഏരിയ നമുക്ക് ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുള്ളത്. ആദ്യത്തെ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 0 തൊട്ടിട്ട് 1 വരെ, പിന്നെ 1 തൊട്ടിട്ട് 2 വരെയുള്ളത്. അപ്പോൾ ഈ രണ്ട് റീജിയനിൽ വരുന്ന ഏരിയകൾ നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് അവിടെ വരുന്ന ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കേസിൽ 0 തൊട്ടിട്ട് 1 വരെയുള്ള ഇൻ്റർവെൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഗ്രാഫ് ഏത് ഗ്രാഫാണ് മേലെ വരുന്നത്, y = x ഗ്രാഫാണ് മേലെ വരുന്നത്. താഴെയാണ് y = x² ഗ്രാഫ് വരുന്നത്. ഓക്കെ, അപ്പം അവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ 0 to 1 മേലെ വരുന്നത് y = x, അതിൽ നിന്ന് x² മൈനസ് ചെയ്യുന്നത്, പ്ലസ് പിന്നെ എന്താ വരുന്നത് 1 to 2 അവിടെ നോക്കിക്കഴിഞ്ഞാൽ മേലെ വരുന്നത് y = x² ഗ്രാഫാണ്, താഴെയാണ് എന്ത് വരുന്നത് y = x. അപ്പോൾ നേരെ റിവേഴ്സിലെടുക്കാം. ഓക്കെ, ഇനി ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ ടോട്ടൽ ഏരിയ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യത്തെ x² - x³ / 3 ഫ്രം 0 to 1 പ്ലസ് x³ / 3 - x² / 2 ഫ്രം 1 to 2. ഇത് അപ്പർ വാല്യൂയും ലോവർ വാല്യൂ എല്ലാം കൊടുത്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസറായിട്ട് 1 എന്നുള്ളത് കിട്ടും. 1 ആണ് ഇവിടെ വരുന്ന ഏരിയ. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഇവിടെ കാണാനുള്ളൂ. നമ്മൾ ഇൻ്റർവെല്ലിൽ നോക്കുക, അവിടെ വരുന്ന ഗ്രാഫ് ഏതാണോ മേലെ അതിൽ നിന്ന് താഴെ വരുന്ന ഗ്രാഫ് സബ്ട്രാക്ട് ചെയ്യുക. അതിൻ്റെ അടുത്ത ഇൻ്റർവെല്ലിൽ നോക്കി അവിടെ വരുന്ന ഗ്രാഫ് ഏതാണോ അതിൻ്റെ മേലെ വരുന്നതിൽ നിന്ന് താഴെ വരുന്നത് സബ്ട്രാക്ട് ചെയ്തു. ഇൻ്റർവെല്ല് കറക്റ്റായിട്ട് കൊടുത്തു. രണ്ട് ഏരിയാസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്രാഫിൽ വന്നിട്ടുള്ള ടോട്ടൽ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നുണ്ട്. അടുത്ത എക്സാമ്പിളിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു എക്സാമ്പിൾ എന്നാൽ രണ്ട് പീസായിട്ടാണ് ഏരിയ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് കണ്ടുപിടിക്കാം. അപ്പോൾ 0 തൊട്ടിട്ട് 1 വരെയുള്ള ഇൻ്റർവെല്ലും അതുപോലെ 1 to 2 എന്നുള്ള ഇൻ്റർവെൽ, ഇത്രയാണ് ഇൻ്റർവെൽസ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫങ്ഷൻസ് തന്നിട്ടുള്ളത് y = x³ ഗ്രാഫും അതുപോലെ y = 3x² - 2x ഗ്രാഫുമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 0 തൊട്ടിട്ട് 1 വരെയുള്ള ഇൻ്റർവെൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മേലെ വരുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഏത് ഗ്രാഫാണ്, x³ ഗ്രാഫാണ്. y = x³ ആണ് അവിടെ വരുന്നത്. അപ്പം ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 0 തൊട്ടിട്ട് 1 വരെ x³ ഗ്രാഫ് മേലെ വരും, മറ്റേത് താഴെ വരും. അപ്പോൾ അത് നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. 3x² - 2x dx പ്ലസ് ഇനി 1 to 2 നോക്കിക്കഴിഞ്ഞാൽ അവിടെ വരുന്നത് 3x² - 2x ഗ്രാഫാണ് മേലെ വരുന്നത്, x³ താഴെയാണ് വരുന്നത്. അപ്പം 3x² - 2x x³ dx. ഇത് ചെയ്ത് കഴിഞ്ഞ് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ 1/2 എന്നുള്ളത് കിട്ടും. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഒന്നുമില്ല, ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അപ്പർ വാല്യൂ ലോവർ വാല്യൂ കൊടുക്കുക, എന്നിട്ട് ഫൈനൽ ആൻസർ 1/2 കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്താൽ മതി. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യുക. നെക്സ്റ്റ് എക്സാമ്പിൾ, ഫൈൻഡ് ദ ഏരിയ ബിറ്റ്വീൻ y = x ആൻഡ് x = y² - 2. ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ എക്സിൻ്റെ ടേമിലാണ് ഒരു ഫംഗ്ഷൻ തന്നിട്ടുള്ളത്, മറ്റേത് നമുക്ക് വേണമെങ്കിൽ എക്സിൻ്റെ ടേമിൽ x = y എന്ന് വേണമെങ്കിൽ എടുക്കാം. അത് y = x ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പാരബോളിൻ്റെ ഇക്വേഷനാണ് രണ്ടാമത്തെ ഇക്വേഷൻ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ പാരബോള ഒരൊറ്റ ഷേപ്പൊന്നും അല്ല ഉള്ളത്, നമ്മൾ കുറേ പാരബോളിൻ്റെ ഷേപ്പ് പഠിച്ചിട്ടുണ്ടല്ലേ. ഇങ്ങനെ പാരബോള വരാം, അല്ലെങ്കിൽ ഇങ്ങനെ വരാമെന്ന് പഠിച്ചിട്ടുണ്ട്, അതുമല്ല താഴേക്ക് വരാമെന്ന് പഠിച്ചിട്ടുണ്ട്, പിന്നെ മേലേക്ക് വരാമെന്ന് പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെയും വരാമെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതിൽ ഏതോ ഒരു പാരബോളാണ് ഇതെന്നുള്ളത് നമ്മൾ ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്.
അപ്പോൾ ഇവിടെ വരുന്ന ഈ ഒരു പാരാബോളിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് x=y² എന്നുള്ള പാരാബോളയിൽ നിന്ന് -2 ഷിഫ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, x=y² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും പാരാബോളിൻ്റെ ഷേപ്പ് വരുന്നത്. അവിടെ നമ്മൾ -2 എക്സ് ആക്സിസിൽ ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു പാരാബോളിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഈ ഒരു ഫോമിൽ -2 പാസ് ചെയ്യുന്ന ഒരു ഷേപ്പായിരിക്കും ഈ ഒരു പാരാബോള വരാം. പിന്നെ രണ്ടാമത്തെ ഗ്രാഫ് y=x ആണ്, അത് ഇങ്ങനെയും പാസ് ചെയ്യും. ഇനി ഇൻ ബിറ്റ്വീൻ ഇവരുടെ ഏരിയ എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും? ഈ ഒരു റീജിയൻ ആയിരിക്കും അല്ലേ, ഈ രണ്ട് ഗ്രാഫുകളുടെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്നത്. അതവിടെ മാർക്ക് ചെയ്ത് വെക്കുക, ഏതാണ് ഗ്രാഫ് എന്നുള്ളത് മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ ഒരു പോയിൻ്റ് ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം അല്ലേ, കാരണം അത്രയും എന്ത് വരുന്നുണ്ട്, ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ ഒരു പോയിൻ്റ് കണ്ടുപിടിക്കാൻ ഈ രണ്ട് ഇക്വേഷൻസ് കൂടി നമ്മൾ ഇക്വേറ്റ് ചെയ്യാം. അപ്പോൾ y=x ആണെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സിന് പകരം ഇക്വേഷനിൽ y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷന് y=x അതുപോലെ എന്താണ് x=y² - 2 ആണ്. അപ്പോൾ ഇക്വേഷൻ 1 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിന് പകരം y കൊടുക്കുക, y=y² - 2 എന്ന് കിട്ടും. അത് ഇക്വേഷൻ നമ്പർ 3 ആക്കുക. ഇത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും? y² - y - 2 = 0. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് y വാല്യൂ എന്ന് പറയുന്നത് -1ഉം 2ഉം ആണ് എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ -1 to 2 എന്നുള്ളതാണ് നമ്മുടെ ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് -1 തൊട്ടിട്ട് 2 വരെ ഈ ഒരു ഗ്രാഫിൻ്റെ ഏരിയ ഇൻ്റഗ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. ചെയ്യുമ്പോൾ നമ്മൾ ഈ ഗ്രാഫ് ഒന്ന് ജസ്റ്റ് റിവേഴ്സ് ചെയ്യുക. എക്സിൻ്റെ ടേമിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ എക്സിനെ നമ്മൾ വൈൻ്റെ ഒരു ഫംഗ്ഷൻ ആക്കിയിട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ -1 to 2 y മൈനസ് x=y എന്നാണ് ഒരു ഗ്രാഫ്. അപ്പോൾ y മൈനസ് y² മൈനസ് 2 dx. ഇത് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ y²/2 മൈനസ് y³ പ്ലസ് ഇവിടെ നെഗറ്റീവ് കൂടി പോസിറ്റീവ് ആവും പ്ലസ് 2y ഫ്രം -1 to 2. വാല്യൂസ് കൊടുത്തു കഴിഞ്ഞ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 9/2 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം 9/2 കിട്ടുന്നുണ്ടോ എന്നുള്ളത്. നെക്സ്റ്റ് ഫൈൻഡ് ദ ഏരിയ ബിറ്റ്വീൻ y² = x ആൻഡ് x=1 + 1/2 y². എക്സിൻ്റെ ടേമിലാണ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്. തല കുത്തനെ ആയിരിക്കും വരിക, പക്ഷെ നമ്മൾ ഗ്രാഫ് ഇങ്ങനെ ഒരു ഫോമിൽ വരച്ചെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. ഇത് ഗ്രാഫ് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എക്സാമിന് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്യുക. കാരണം അവിടെ പോയിൻറ്റ്സ് എടുത്ത് ഗ്രാഫിൻ്റെ ഓരോ പോയിൻറ്റും നോട്ട് ചെയ്ത് അത് ജോയിൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ടൈം ഉണ്ടാവില്ല. അപ്പം x=1 + y²/2ഉം y² എക്സിൻ്റെ ഗ്രാഫ് ഏത് ഫോമിലാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഷെയ്ഡഡ് റീജിയനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താദ്യം കാണണം? ഇവിടെ വരുന്ന എൻഡ് പോയിൻറ്റ്സ് കാണണം അല്ലേ. എൻഡ് പോയിൻറ്റ്സ് കാണണമെങ്കിൽ നമ്മൾ ആദ്യം ഈ രണ്ട് ഇക്വേഷൻസും ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ അത് ഇക്വേറ്റ് ചെയ്യാൻ നേരത്തെ ചെയ്ത പോലെ രണ്ട് ഇക്വേഷൻസും ആദ്യം നോട്ട് ചെയ്ത് വെക്കുക. y² = x ആണ് ഫസ്റ്റ് ഇക്വേഷൻ. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് x=1 + y²/2. നമ്മൾ എന്ത് ചെയ്യുക? ഈ രണ്ടാമത്തെ ഇക്വേഷനിൽ എക്സിന് പകരം y² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് y² = 1 + y²/2 എന്ന് കിട്ടും. ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? y² - y²/2 = 1. ദാറ്റ് ഈസ് 1/2 y² = 1, y² = 2, y = ±√2 എന്നുള്ളത് കിട്ടും. അപ്പോൾ നമ്മുടെ ആ ഗ്രാഫിലെ എൻഡ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത് -√2 തൊട്ടിട്ട് √2 വരെ ആയിരിക്കും നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനിയിപ്പോൾ ഏരിയ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രൽ -√2 to 2 √2. ഗ്രാഫിൽ മേലെ വരുന്നത് 1 + y²/2ൻ്റെ ഗ്രാഫാണ്, മൈനസ് താഴെ വരുന്നത് y²ൻ്റെ ഗ്രാഫ് y² dx. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഫൈനൽ ആൻസറായിട്ട് നമുക്ക്
4/3√2 എന്നുള്ളത് കിട്ടും. അപ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ സോൾവ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻ്റഗ്രൽസിൻ്റെ സെക്കൻഡ് ആപ്ലിക്കേഷനാണ് ടോട്ടൽ ചേഞ്ചസ് ഫ്രം റേറ്റ് ഓഫ് ചേഞ്ചസ്. അതായത് ഇഫ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്യൂ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഫോർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഇസ് ഗിവൺ ബൈ ആർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ്, then change in q is obtained by delta q is equal to q of p minus q of a, which is equal to integral a to b f of x dx. ഇവിടെ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ചും ടോട്ടൽ ചേഞ്ചും ഒക്കെ നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം കണക്ട് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്താ പറയുക, എ ബി എന്നുള്ളൊരു ഇൻ്റർവൽ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ അവിടെ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത് കാണാൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അതപ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിളിലൂടെ നോക്കാം. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇവിടെ വരുന്ന ഫസ്റ്റ് എക്സാമ്പിൾ ഇതാണ്. വാട്ടർ ഇസ് ഫ്ലോയിങ് ഇൻ ടു എ ടബ് അറ്റ് 3t² + 60 liters per minute at a time t between t equal to 0 and t equal to 2. How many liters enters at this time interval? അപ്പോൾ നമ്മളിവിടെ എത്ര വാട്ടറാണ് ആ ടബിൻ്റെ അകത്തേക്ക് ഈ തന്നിട്ടുള്ള ടൈം ഇൻ്റർവെല്ലിൽ എൻട്രി ചെയ്യുന്നത് എന്നുള്ളതാണ് കണക്ക് കൂട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫോർമുല എഴുതി വെക്കുക. ഡെൽറ്റ ക്യൂ ഈക്വൽ ടു ക്യൂ ഓഫ് പി മൈനസ് ക്യൂ ഓഫ് എ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഓക്കെ, ഇനി ഇവിടെ തന്നിട്ടുള്ള 3t² + 60 എന്നുള്ളതാണ് നമ്മുടെ ക്യൂ ഡാഷ് ടി. ക്യൂ എന്ന് പറയുന്നത് എന്താണ്, വാട്ടർ എൻ്റർ ചെയ്യുന്ന ആ ഒരു എമൗണ്ട്, ആ ലിറ്ററാണ് നമ്മൾ ക്യൂ എന്ന് വെച്ചിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ഓഫ് 2 മൈനസ് ക്യൂ ഓഫ് 0 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 3t² + 60 dt. അപ്പോൾ ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3t³ / 3, ഇപ്പം 3യും 3യും ക്യാൻസലായി പോകും. അപ്പോൾ t³ + 6t² / 2 ഫ്രം 0 to 2 ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇതിപ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വെച്ചു. ഇതിൽ അപ്പർ വാല്യൂ ലോവർ വാല്യൂ കൊടുത്തു കഴിഞ്ഞ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറായിട്ട് എന്ത് കിട്ടും, 20 liters എന്നുള്ളത് കിട്ടും. Next problem, the marginal revenue of a company at a production level at x is given by 15 minus 0.1x if r of x denotes the revenue and r of 0 is equal to 0, find r of 100. ഓക്കെ, അപ്പോൾ നമുക്ക് മാർജിനൽ റവന്യൂയുടെ വാല്യൂ തന്നിട്ടുണ്ട് 15 മൈനസ് 0.1x ആണെന്നുള്ളത്. നമുക്കറിയാം നമ്മൾ റവന്യൂവിനെ ആർ ഓഫ് എക്സ് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത് ആർ ഓഫ് എക്സിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്, r-x ആണെന്നുള്ളത് നമുക്കറിയാം. ആൻഡ് ഒരു ഡീറ്റെയിൽഡ് കൂടി തന്നിട്ടുണ്ട്, ആർ ഓഫ് 0ൻ്റെ വാല്യൂ 0 ആണ്. ഇത് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് ആർ ഓഫ് 100 കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പം ആർ ഓഫ് 100 മൈനസ് ആർ ഓഫ് 0 is equal to ഡയറക്റ്റ് നമ്മൾ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. മൈനസ് ആർ ഓഫ് 0 is equal to എന്ത് എഴുതാൻ പറ്റും, ഇൻ്റഗ്രൽ 0 to 100 r' of x dx എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടെ r' of xൻ്റെ വാല്യൂ ആണ് 15 മൈനസ് 0.1x എന്ന് പറയുന്നത് dx. ആർ ഓഫ് 0 ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് അത് ലെഫ്റ്റ് സൈഡ് എങ്ങനെയായിട്ട് മാറും, ആർ ഓഫ് 100 ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 100 15 മൈനസ് 0.1x dx എന്ന് എഴുതാൻ പറ്റും. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 15x മൈനസ് 0.1x² / 2 ഫ്രം 0 to 100 എന്ന് എഴുതാം. ഇത് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ 1500 മൈനസ് 500 ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 എന്നുള്ള ഫൈനൽ ആൻസർ നമുക്ക് കിട്ടും. അപ്പം ഇതാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ്റെ സെക്കൻഡ് ആപ്ലിക്കേഷനായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. രണ്ട് ആപ്ലിക്കേഷൻസും സിമ്പിൾ തന്നെയാണ്. ആദ്യത്തേത് ഏരിയ ബിറ്റ്വീൻ 2 ഗ്രാഫ്സ് കാണാൻ, അത് നമ്മൾ ഓൾറെഡി +2 ലെവലിൽ ഒരുപാട് പ്രോബ്ലംസ് ഇതുപോലത്തെ ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്ന പോലെ ആയിരിക്കും ഇപ്പോൾ നമ്മളിപ്പോൾ അത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവുക. ആൻഡ് രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ചേഞ്ചും റേറ്റ് ഓഫ് ചേഞ്ചും ഇൻ്റഗ്രേഷന് എങ്ങനെ വരുന്നു എന്നുള്ളത് കാണിച്ചു തരുന്നതായിരുന്നു. അത് 2 പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. ആ 2 പ്രോബ്ലംസ് പഠിച്ചു വെക്കുക. ആൻഡ് അതുപോലെ ഏരിയ ബിറ്റ്വീൻ 2 ഗ്രാഫ്സ് കാണുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യുക. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. താങ്ക് യു.